എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങളിന്ന് തൃശ്ശൂരിൽ നിന്നും ഒരു യാത്ര പുറപ്പെടുകയാണ്. ഇത്തവണ ഞങ്ങൾ യാത്ര പോകുന്നത് തൃശ്ശൂരുള്ള ദി കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ കീഴിലാണ്. KHRS എന്നാണ് അവരുടെ ചുരുക്കെഴുത്ത്. ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കർണാടകയിലെ ഹംപി, ബേലൂര്, ഹലേബിഡു എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ചരിത്രകാരനും പുരാവസ്തു ഗവേഷകനും ഇന്ത്യൻ റോക്ക് ആർട്ട് സൊസൈറ്റിയുടെ സ്ഥിരം മെമ്പറുമായ ശ്രീ ബെന്നി കുര്യാക്കോസ് സാറാണ്. ഇവിടെ സംസാരിച്ച് നിൽക്കുന്നതിൽ ആ പച്ച ഷർട്ടിട്ട ആളാണ് ബെന്നി കുര്യാക്കോസ് സാർ. അതുപോലെ തന്നെ ഈ KHRSൻ്റെ മെമ്പേഴ്സും അതിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എന്നിവരൊക്കെ ഞങ്ങളുടെ ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. കാതറിൻ ജമ്മ മേഡം, അതുപോലെ തന്നെ ജോസഫ് ജോൺ കീത്ര സാറ്, അതേപോലെ തന്നെ ചിറക്കൽ നാരായണൻകുട്ടി സാറ്, അതുപോലെ ശോശാമ മേഡം, വിപിൻ സാറ്, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ നയിക്കാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ ക്ലമൻ്റ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നു. മൊത്തം 53 പേരാണ് ഈ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ചുരമാണ്. അപ്പോൾ വയനാട് ചുരം വഴിക്കാണ് ഞങ്ങളുടെ യാത്ര പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഇതിനോടൊപ്പം നമുക്ക് കാണാം. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിലേക്ക് സൊസൈറ്റി നടത്തുന്ന രണ്ടാമത്തെ യാത്രയും അതുപോലെ തന്നെ മൊത്തം നോക്കുകയാണെങ്കിൽ അവരുടെ 12ാമത്തെ യാത്രയുമാണ് ഈ ഹംപി യാത്ര. ഞാൻ ഈ KHRS സൊസൈറ്റിയുടെ കൂടെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഹംപിയിലേക്കുള്ളൊരു യാത്ര ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഹംപി കാണണമെന്നുള്ളൊരു ആഗ്രഹം കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. കരിങ്കല്ല് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഹംപി എന്ന് പറയുന്നത്. അത്രയേറെ കരിങ്കൽ കൊത്തുപണികളും പ്രതിമകളും അതുപോലെ തന്നെ ഒരു സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമുക്കവിടെ കാണാനുള്ളത്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ച ആളുകൾ ഒരിക്കലെങ്കിലും ഈ ഹംപി ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അത്രയേറെ അത്ഭുതങ്ങൾ തന്നെയാണ് നമുക്കവിടെ കാണാനുള്ളത്. അപ്പോൾ ഈ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പല ആളുകളും ഹംപി ഇതിൽ മുൻപും 10 തവണയും 15 തവണയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ തന്നെ ഈ യാത്ര വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു തവണയൊന്നും പോയിട്ട് ഹംപി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയേറെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട്. അതായത് ഒരു പ്രദേശം മുഴുവൻ ഈ കരിങ്കല്ല് കൊത്തി പണിത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നുക. നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ ഒരു അമ്പലം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അതിശയമായിട്ട് തോന്നാറുണ്ട്. കൊത്തുപണിയൊക്കെയുള്ള ഇപ്പോൾ മധുര മീനാക്ഷിയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നും. അതേമാതിരിയുള്ള പല പല ബിൽഡിങ്ങുകളും ഒരു പ്രദേശം മുഴുവൻ അവരുടെ സാമ്രാജ്യമായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ കരിങ്കല്ലിൽ കൊത്തി പണിതിട്ടുള്ള അതും വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികളും അത് തന്നെ മഹാഭാരതം, രാമായണം എന്നീ കഥകളും എല്ലാം അതിൽ രചിച്ചു വച്ചിരിക്കുകയാണ്. ആ മഹാഭാരതത്തിൻ്റെ രാമായണത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും അതിൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപുറമായിട്ട് രചിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ അതിശയമായിട്ട് തോന്നും. ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള യാത്രികരും വളരെ നല്ല സഹകരണമുള്ള വ്യക്തികൾ തന്നെയായിരുന്നു. അതിൽ കുറേ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ കുറേ റെയിൽവേ ഉദ്യോഗസ്ഥർ, ബാങ്ക് ജീവനക്കാർ, അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നത്. ഈ യാത്രയിൽ പങ്കെടുക്കുന്നവരിലെല്ലാം ഒരു ചരിത്രാവബോധം സൃഷ്ടിക്കുക എന്നത് കൂടിയാണ് ഈ യാത്രയുടെ ഒരു ലക്ഷ്യം. അങ്ങനെ താമരശ്ശേരി ചുരം കയറി ഇപ്പോൾ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മുകളിലാണ് തേയിലത്തോട്ടങ്ങളും അതുമാതിരി തന്നെ കാപ്പിത്തോട്ടങ്ങൾ, അങ്ങനെ പ്രകൃതി ഭംഗിയാണ് അവിടെ മുഴുവനായിട്ട് നമുക്ക് കാണാനുള്ളത്. ശരിക്കും എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനിടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പള്ളി കണ്ടു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ പകർത്തിയതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ മുഴുവനും ഞാൻ ബസ്സിലിരുന്നിട്ട് പകർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബസ്സിലിരുന്നിട്ട് നമ്മൾ ആ താമരശ്ശേരി ചുരം കയറിയതും അതിനുശേഷം ഈ കാപ്പിത്തോട്ടങ്ങളും അതുമാതിരി തന്നെ തേയിലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കർണാടകയിലെ ഹസൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹസനിലാണ് ഞങ്ങളുടെ സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. ഹസൻ സിറ്റിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിന്ന് താമസിക്കുന്നത് ഇവിടുത്തെ രാമ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻസും ഒക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇപ്പോൾ രാമ ഹോട്ടലിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇന്ന് നൈറ്റ് മുഴുവൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഇവിടെ നിന്നും ബേലൂരുള്ള ചെന്നകേശവ ടെമ്പിൾ കാണാനായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ചെന്നകേശവ ടെമ്പിളും അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.